ഹലോ, നമുക്കൊരു അടിപൊളി മുരിങ്ങയില അച്ചാർ വെച്ചാലോ? അതിനായിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് തേങ്ങ, 2 ചുവന്നുള്ളി, കുറച്ച് ജീരകം, ഒരല്ലി വെളുത്തുള്ളി, പിന്നെ എരിവിനുള്ള പച്ചമുളക്, കുറച്ച് മഞ്ഞൾപ്പൊടി ഇത്ര വെച്ച് നന്നായിട്ട് കുഴമ്പ് പോലെ നരച്ചെടുക്കാം. ഇനി നമുക്കൊരു മൺചട്ടി എടുക്കാം. ചട്ടിയിലേക്ക് നല്ല വെളിച്ചെണ്ണ, ചട്ടി ചൂടാകുമ്പോഴേക്കും നല്ല വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോഴത്തേക്കും കടുക്, ഉള്ളി ഇട്ട് കൊടുക്കാം. കടുകും വെളുത്തുള്ളിയും കൂടെ നന്നായിട്ട് മൂത്തൊഴിയും നമ്മുടെ കയ്യിലുള്ള മുരിങ്ങയില ഇട്ട് കൊടുക്കാം. ഒരു പിടി മുരിങ്ങയിലയാണ്. നമ്മളിപ്പോൾ രാത്രിക്ക് വേഗം പോയി മുരിങ്ങയിലച്ചാർ കൊടുക്കുന്നത് വേഗം മേടിച്ചിട്ട് വന്ന മുരിങ്ങയിലയാണ്. അത് നന്നായിട്ടൊന്ന് ഒരുപാട് കളർ മാറാത്ത രീതിയിലൊന്ന് ഇളക്കി കൊടുക്കാം. അതിൻ്റെ ജസ്റ്റ് ഒന്ന് പച്ചപ്പ് മാറി കഴിയുമ്പോഴേക്കും നമുക്ക് അരപ്പിട്ട് കൊടുക്കാം. അരപ്പിൻ്റെയും പച്ചമണം ഒന്ന് മാറുന്നിടം വരെ ഒന്ന് ഈ ഇലയും അരപ്പും കൂടി ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. കുറച്ചായിട്ടാണ് വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ടത്. ഒരുപാട് വെള്ളമായാലും കൊള്ളത്തില്ല. അപ്പോൾ ഒത്തിരി കട്ടി കൂടുതലാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ വെള്ളം ഒഴിച്ച് ഉപ്പും ഇട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. അപ്പോൾ നമ്മൾ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള മുരിങ്ങയിലക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഒരു പാത്രം ചോറിനുണ്ട് ഈ ഒറ്റ കറി 5 മിനിറ്റിൽ തയ്യാറാക്കിയെടുക്കാം. അടിപൊളി മുരിങ്ങയിലക്കറി മതി. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണാം. അതുവരേക്കും ബൈ.